ശ്രീലാൽ, എന്തുകൊണ്ട് ഹരിയാന ഈ വിധത്തിലായിപ്പോയി? കോൺഗ്രസിനെ സംബന്ധിച്ച് BJP പോലും അമ്പരക്കുന്ന വിധത്തിലേക്ക് അവർക്ക് അധികാരം നിലനിർത്താൻ കഴിയുന്നുവെങ്കിൽ എന്തായിരിക്കും ഹരിയാനയിൽ സംഭവിച്ചിട്ടുള്ളത്? ശരത്ത്, ഹരിയാനയുടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ഹരിയാനയിൽ ഈ തെരഞ്ഞെടുപ്പ് സർക്കാർ വിരുദ്ധ തരംഗത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ളതാണ്. അതായത് അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, അങ്ങനെ സർക്കാർ വിരുദ്ധ തരംഗത്തിൽ നടക്കുമ്പോൾ എങ്ങനെ BJPക്ക് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ സാധിക്കും? ശരിയാണ്, കാരണം BJPയേക്കാൾ അധികം വോട്ട് നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ആനുപാതികമായി സീറ്റ് വർധനവിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതന്നെ അവിടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സീറ്റ് വർധന എന്തുകൊണ്ട് BJPക്ക് ഉണ്ടായി എന്ന് ചോദ്യം വരും. കോൺഗ്രസ് ധരിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അനുകൂല തരംഗത്തിലാണ് നടക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കോൺഗ്രസിന് എന്ന് വെച്ചാൽ മറ്റാരും വേണ്ട, അല്ല, കോൺഗ്രസ് BJPയെ വെറുത്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ കോൺഗ്രസിനൊപ്പം ഹരിയാന മുഴുവൻ കോൺഗ്രസിനൊപ്പം വരും എന്ന ഒരു തെറ്റായ കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ടായിരുന്നു. അതാണ് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിച്ച ആം ആദ്മി പാർട്ടി മത്സരിച്ച കുരുക്ഷേത്രയിൽ 5-6 സീറ്റാണ് അവർ ചോദിച്ചത്. അതിൽ അതുപോലും കൊടുക്കാതെ അത് സാധ്യമല്ല എന്ന് പറഞ്ഞ് 5 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അതും ബുദ്ധിമുട്ടാണെന്ന തരത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഹരിയാനയിൽ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്, കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന രീതിയിലേക്ക് കോൺഗ്രസ് ആ ഒരു പ്രചാരണത്തിലേക്ക് കോൺഗ്രസ് പോയി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സർക്കാർ വിരുദ്ധ തരംഗത്തിലായിരുന്നു ജനങ്ങൾ ഊന്നി നിന്നത്. കോൺഗ്രസ് അവിടെ കോൺഗ്രസ് അനുകൂല തരംഗമാണ് എന്ന തരത്തിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒപ്പം ചേർക്കാൻ സാധിക്കുമായിരുന്ന കക്ഷികളെ മാറ്റി നിർത്തുകയും അവിടെ സർക്കാർ വിരുദ്ധ തരംഗ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും ചെയ്തു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് കരുതിയത് ജാട്ട് വിഭാഗം ഞങ്ങളുടെ കുത്തകയാണ് ഇത്തവണ എന്നൊരു തെറ്റിദ്ധാരണ കോൺഗ്രസിനുണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ മാറുന്നത്. ഭൂപീന്ദർ സിംഗ് ഹൂഡയും അതുപോലെ തന്നെ സുർജേവാലയും എല്ലാം ഉള്ളപ്പോൾ കോൺഗ്രസ്സിന് ജാട്ട് വിഭാഗത്തെ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. ജാട്ട് വിഭാഗമെല്ലാം ഒന്നിച്ചൊപ്പം എത്തും. അതിനുള്ള കാരണങ്ങളുമുണ്ട്. കർഷക സമരം, അതോടൊപ്പം തന്നെ ഈ ഗുസ്തി താരങ്ങളെ ഡൽഹിയിലെ തെരുവിൽ വലിച്ചിഴച്ചത്, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം വെച്ചുകൊണ്ട് ജാട്ട് വിഭാഗം ഒപ്പം നിൽക്കുമെന്ന് കോൺഗ്രസ് കരുതി. ദളിത് വിഭാഗം നേരത്തെ തന്നെ കോൺഗ്രസിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാടെടുത്തിരുന്നു. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ, അവിടുത്തെ പ്രബല വിഭാഗം രണ്ടുപേരുമാണ്. ഈ രണ്ട് വിഭാഗങ്ങളും ഒപ്പം ഉള്ളതുകൊണ്ട് തന്നെ യാതൊരു പ്രതിസന്ധിയുമില്ല, ജയിച്ചു കയറാമെന്നുള്ള ഒരു അധിക ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടായിരുന്നു. ഫലത്തിൽ സംഭവിച്ചത് ജാട്ട് വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ഏതാണ്ട് 30-ലധികം സീറ്റുകൾ ഇവിടെ കഴിഞ്ഞ തവണ BJPക്കൊപ്പം നിന്ന JJP എന്ന പാർട്ടി ഇത്തവണ ഒരു സീറ്റ് പോലും നേടാനാകാതെ നിലംപരിശായി എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കണം. അങ്ങനെയുള്ളപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് സർക്കാർ വിരുദ്ധ വോട്ട് എന്ന് ഞാൻ പറഞ്ഞത്. സർക്കാരിനൊപ്പം നിന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്ന JJPയുടെ അഭയ് സിംഗ് ചൗട്ടാല പോലും തോറ്റുപോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ JJPയെ നിലംപരിശാക്കിയപ്പോൾ ആ വോട്ട് തിരിച്ച് BJPയിലേക്ക് പോയി എന്നുള്ളതാണ്. കാരണം ജാട്ട് വിഭാഗത്തിൻ്റെ ഈ പറയുന്ന 30 സീറ്റിൽ 15ഓളം സീറ്റുകൾ നിലനിർത്താൻ BJPക്ക് ആയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് ആയി എന്നുള്ളതാണ്. ജാട്ട് വിരുദ്ധ പാർട്ടിയായിരുന്നു BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും. ഈ തെരഞ്ഞെടുപ്പിൽ അത് മാറുന്നു. ജാട്ടുകൾക്ക് അനുകൂലമായ, അതായത് JJP ഇനി വേണ്ട, INLD വേണ്ട, ഞങ്ങൾക്ക് BJP മതിയും തലത്തിലേക്ക് ജാട്ടുകൾ മാറുന്നു. ഭൂപീന്ദർ സിംഗ് ഹൂഡ ജാട്ടുകളുടെ അനിഷേധ്യ നേതാവായിരുന്നു. ആ നേതാവ് പുറത്താകുന്നു. ഒരു പക്ഷേ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ ഹരിയാന രാഷ്ട്രീയത്തിലെ നിലനിൽപ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പോടെ അവതാളത്തിലാകുമെന്ന കാര്യം സംശയമില്ല. അതേസമയം ഷെൽജയും മറ്റുമുള്ള പ്രതിനിധീകരിക്കുന്ന പിന്നാക്ക വിഭാഗങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നു എന്നുള്ള വലിയ ഒരു ആശ്വാസവും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പറയുന്ന OBC BC വിഭാഗങ്ങൾക്ക്, SC വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഏതാണ്ട് 30-35 മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള സ്വാധീനം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അമിത ആത്മവിശ്വാസമാണ് കോൺഗ്രസിനെ ഈ നിലയിൽ ഇന്നുകൊണ്ട് ചാടിച്ചിരിക്കുന്നത്.